നമ്മൾ ബീഫ് ഒന്ന് ലയിച്ച് ചേരാൻ വേണ്ടി വച്ചിരുന്നു. ഇനിയിപ്പോൾ എവിടം വരെ എത്തിയെന്ന് നോക്കാം. കറക്റ്റ് സമയം അല്ലെങ്കിൽ വെള്ളം വറ്റി ഇപ്പം എന്താ നല്ല പരുവത്തിലായിരിക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി എത്ര വേണ്ടി വരും? ഏകദേശം ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി. ഒട്ടും കുറയ്ക്കുന്നില്ല അല്ലേ? കാരണം വേറെ മുളക് പൊടിയൊന്നും അരി ഇടുന്നില്ല. ഒരു 2 പച്ചമുളക് മാത്രം കീറിയിട്ടിട്ടുള്ളൂ എരിവിന്. ഇനി സോയാ സോസ് ഐറ്റംസ് പറയും. സോയ അത്രേ ഇതൊരു 2 സ്പൂൺ സോയ സോസ്. അപ്പം നേരത്തെ പുളിപ്പും കിട്ടും അല്ലേ സോയ ആകുമ്പോൾ. വയറിന് നല്ലതാ സോയ സോസ് കേട്ടോ. ചില്ലി സോസ്. ഇത് ഗ്രീൻ ചില്ലി സോസാണ്. റെഡ് ചില്ലി ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്. അത് 1 സ്പൂൺ. ടൊമാറ്റോ അത്രേ ഇതൊരു 2 സ്പൂൺ. ഓക്കെ. കൂടെ തന്നെ ഒരു കുറച്ച് പഞ്ചസാര കൂടി. അതാ എനിക്ക് പിടിയിട്ട് ചില്ലി എന്നൊക്കെ പറഞ്ഞിട്ടേ അതെന്തിനാണോ? അത് ശരിക്കും ആ ഒരു സ്വീറ്റ്നെസ് കിട്ടാനാണോ അതോ അതിൻ്റെ കളറിനാണോ? കളറും കിട്ടും, ഒരു നല്ലൊരു ബ്രൗൺ കളർ കിട്ടും. കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കളറിങ് ഏജൻറ്റൊന്നും ചെയ്തത് വെറും പഞ്ചസാര മാത്രം ചേർക്കും അല്ലേ? അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. 1 സ്പൂൺ പഞ്ചസാര ഇതിനകത്തുണ്ട്. ഇപ്പം മിക്ക വീട്ടിലൊരു പഞ്ചാരപ്പാറു കാണും. എവിടെ നോക്കിയാലും ഡയബറ്റീസ് ഇപ്പോൾ ഒരു കോമൺ ഡിസീസായി വരുമല്ലേ? ഓക്കെ. ഇപ്പം അജിത പറഞ്ഞ തിക്ക് ഫോമായി വന്നിട്ടുണ്ട്. എനിക്കൊന്ന് മൈദയുടെ കുറച്ചൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതും സോസും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല തിക്ക് ഗ്രേവിയായി. ഇനി എന്തുകൊണ്ട് മല്ലിയിലയും കൂടെ. മല്ലിയില ചേർക്കട്ടെ. തീർന്നു, ഒരു സംഭവം റെഡിയായി. ഇത്രയേ ഉള്ളൂ അല്ലേ? ഫുള്ളിടട്ടെ. ഞാൻ നോക്കുമായിരുന്നു ഇനി എന്തെങ്കിലും ചേർക്കാൻ ബാക്കിയുണ്ടോന്ന്. തിക്ക് പേസ്റ്റായി. ഒരുപാട് ലൂസും അല്ല അല്ലേ, തീരെ തിക്കും അല്ല. നല്ല പേരണ്ട് റെഡി ഫോമിലായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഹോട്ടലിൽ ഒരു ഫുഡ് പോലെ അല്ലേ, വെറുതെ കൊണ്ടുപോയി കാശ് ചിലവാക്കണം. അവിടെ പോയിട്ട് ഒരു 100-150 രൂപ എന്തായാലും ആവില്ലേ? അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ലാഭത്തിന് നല്ല രീതിയിൽ ഹൈജീനിക്കായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ വിത്ത് സ്പൂൺ റെഡിയാണ്. അപ്പോൾ എന്തായാലും ബീഫ് ചില്ലി കഴിക്കാൻ ഇപ്പം ബീഫ് മാറ്റി ചിക്കൻ ഇട്ടാൽ ഇത് തന്നെയാണ് അവസ്ഥ. ചിക്കൻ ചില്ലിയോ അല്ലേ, ചില്ലി ചിക്കനാവും. അപ്പോൾ ബീഫ് ചില്ലിയോ ചിക്കൻ ചില്ലിയോ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്യാം. ഇത് വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ ഓട്ടിച്ച് പെട്ടെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ആദ്യം നമ്മൾ ചെയ്തത് ബീഫ് പീസസ് ആക്കി എടുത്തിട്ട് അതിന് ഒരു ലേശം വിനിഗർ ഒഴിച്ചു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് വേവിച്ചു. കുക്കറിൽ ഒരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ബീഫ് മാറ്റിയെടുത്തിട്ട് മൈദ മാവ് 2 സ്പൂണ് കലക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി അതിൽ നമ്മൾ ഈ എന്താ പറയുക ബീഫും കൂടെ ചേർത്തതിന് ശേഷം അതിന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് എണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് അതിന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി. കോരി മാറ്റിയ അതേ എണ്ണയിൽ തന്നെ നമ്മൾ 2 സവാള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചത്, സ്ലൈസ് ചെയ്തിട്ടല്ല, കൊത്തി കഴിഞ്ഞിട്ടല്ല, നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ കാണും പോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് സവാള ഇട്ടു. അതൊന്ന് ഉടഞ്ഞ് ഒന്ന് ലൂസായപ്പോഴത്തേക്ക് അതിൽ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചത് ചേർത്തു. അത് ചേർത്ത് അതിൻ്റെ പച്ചപ്പ് മണം മാറിയപ്പം ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഒരു പകുതി ക്യാപ്സിക്കം ചുവച്ച് കഷ്ണമായിട്ട് അതിന് മുറിച്ച് വെച്ചിരുന്നു. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി. ക്യാപ്സിക്കം ഏകദേശം വാടി അതിൻ്റെ നിറം മാറുന്ന വരെ, അതായത് ഒരുപാട് ഇതിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ മൂത്ത് പോകാതെ, ഉള്ളി ആയാലും ശരി ക്യാപ്സിക്കം വെച്ചിട്ട് മൂത്ത് പോകാതെ, ഫ്രൈ ആയി പോകാതെ പച്ചമണം മാറുന്ന അത്രയും മാത്രമേ പാടും. എപ്പോഴും ഇങ്ങനെ കുഴവഴായിരിക്കണം. അതാണ് ഈ ചൈനീസ് ഫുഡിൻ്റെ ഒരു പ്രത്യേകത. അതൊന്ന് ലൂസായതിനു ശേഷം ഈ നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ബീഫും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടെ തമ്മിലിളകി ഈ കുറച്ച് ബ്രിട്ടിലായിട്ടിരിക്കുന്ന ഈ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഒന്നും കൂടെ സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ പാനിന് അടപ്പ് മാറ്റി 1.5 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, അത് ഗ്രീൻ ചില്ലി സോസ് ഇവിടെ എടുത്തിരിക്കുന്നത്, 2 സ്പൂണ് നമ്മൾ ടൊമാറ്റോ സോസ്, ഇത്രയും എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് നല്ല പരുവായപ്പോഴത്തേക്ക് നമ്മളതിൽ മല്ലിയിലയും കൂടെ എടുത്തതാണ് ഈ ബീഫ് ചില്ലി. പറയുമ്പോൾ എളുപ്പമാണ്, ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്യാം.